നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. ഇപ്പോൾ നമുക്ക് റീസെൻ്റായി ലഭിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ISL എന്ന നമ്മുടെ എല്ലാം ഫുട്ബോൾ ആരാധകരുടെ എല്ലാമായ ഒരു ലീഗാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന ISL. അതിലെ ഏറ്റവും മികച്ച മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഏറ്റവും ഫാൻസ് അടങ്ങിയ ലോകത്തിൽ തന്നെ റെക്കോർഡാൻ പോകുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ലഭിച്ച ന്യൂസാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ കേരളത്തിൽ 2 ടീമുകൾ വരാൻ പോകുന്നു എന്ന്. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നുമാണ് 2 ടീമുകൾ വരാൻ പോകുന്നു എന്ന് സൂചന ലഭിച്ചിരിക്കുന്നത്. ആകെയുള്ള 8 ടീമുകളിൽ നിന്നും 11 ടീമുകളാക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ പുതിയതായി ISLൽ നിന്ന് വന്നിരിക്കുന്ന പുതിയ വാർത്തകൾ. എന്നാൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഇത് വല്ലാതെ ബാധിക്കും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഒറ്റ ടീമിനെ 2 ആക്കുമ്പോൾ ഫാൻസിൻ്റെ എണ്ണം കുറയും. അതുമാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൽ ഗ്യാങ് ഫൈറ്റുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ടീമുകൾ വരണം, ഇന്ത്യൻ സൂപ്പർ ലീഗ് വികസിക്കണം, പല സിറ്റികളിൽ നിന്നും ടീമുകൾ വരണം, ബാംഗ്ലൂരു അങ്ങനെ പല ടീമുകൾ വരുന്നു എന്നൊക്കെ നമുക്ക് കേട്ടു. അതൊക്കെ വരണം, ശരി തന്നെയാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ 2 കേരളം എന്ന ടീമിനെ 2 എന്ന് ഒരു ഫാൻസുകാരും ആഗ്രഹിക്കുന്നില്ല. അതാകരുത്. നമ്മൾ കേരളത്തിന് ഒറ്റ ടീം മതി, കേരള ബ്ലാസ്റ്റേഴ്സ്. അത് തന്നെയായിരിക്കും നമ്മുടെ ഉറപ്പും സാക്ഷി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷനുള്ള ഒരു ടീമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മാറിയിട്ടുണ്ട്. കാരണം ഏറ്റവും കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ടുള്ളത് വാട്സപ്പിലൂടെയാണ്, ഫേസ്ബുക്കിലൂടെയാണെങ്കിലും ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വന്നിട്ടുണ്ട്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒറ്റ ടീമായി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഫാൻസ് വളരെ ഉയരങ്ങളിലേക്ക് എത്തും. ലോക റെക്കോർഡുകൾ തകർക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഫാൻസിൻ്റെ മുന്നേറ്റമാണ് നമ്മളിവിടെ കണ്ടത്. ഫൈനൽ തന്നെ എത്രയോ ഫാൻസുകാർക്ക് കളി കാണാൻ പറ്റാതെ പോയൊരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഞങ്ങളുടെ ടീമിൻ്റെ പേര് വെറും ബ്ലാസ്റ്റേഴ്സ് എന്നല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ്. കേരളത്തിൽ ഒറ്റ ടീം മതി. അത് തന്നെയായിരിക്കട്ടെ. നമ്മളെല്ലാ ഫാൻസുകാരും ഒരുമിച്ച് നിൽക്കണം. ഇനി വെറും 3 ടീമുകളെ ചേർത്താൻ പറ്റുള്ളൂ എന്ന് ISLൽ പറഞ്ഞിട്ടുണ്ട്. ആ 3 ടീമുകളിൽ തിരുവനന്തപുരവും കൊച്ചിയും മാറി വരാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒറ്റ ടീമായി നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ഫാൻസുകാരും ഇത്രയും നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഓരോ ഫാൻസുകാരും ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഒറ്റ ടീമിനെ നമുക്ക് ഫൈനൽ വരെ വീണ്ടും എത്തിക്കാനും കപ്പടിക്കാനും നമുക്ക് സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.